നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ചോർച്ചയിൽ നടപടി. പിണറായി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് ചോർന്നതിൽ അന്വേഷണം നടത്തുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ബഡ്ജറ്റ് വിശദാംശങ്ങൾ പ്രസംഗത്തിനു മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയത് ഗൗരവമുള്ളതായി കാണുന്നു. എന്നാൽ ഇത് ബഡ്ജറ്റിന്റെ രഹസ്യ സ്വഭാവത്തെ ബാധിച്ചിട്ടില്ലെന്നും വീഴ്ച വരുത്തിയ സ്റ്റാഫിനെ മാറ്റിയെന്നും ധനമന്ത്രി. സംസ്ഥാന ബഡ്ജറ്റ് ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോരുന്നത് ചരിത്രത്തിൽ ആദ്യമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ധനമന്ത്രി സ്വയം ശിക്ഷ ഏറ്റെടുക്കണം. തോമസ് ഐസക്കിന്റെ സ്വപ്നങ്ങൾ മാത്രമാണ് ബഡ്ജറ്റ് എന്നും ആക്ഷേപം. തോമസ് ഐസക് രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തലയും KM മാണിയും. ബഡ്ജറ്റ് ചോർച്ചയിൽ തോമസ് ഐസക്കിന് ജാഗ്രത കുറവുണ്ടായെന്ന് CPM. എന്നാൽ പുറത്തുവന്നത് ധനമന്ത്രി വായിച്ചു തീർന്ന ഭാഗങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേസമയം വാട്സാപ്പ് വഴി മാധ്യമ ഓഫീസുകൾ ലഭിച്ചത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിയാത്ത ഭാഗങ്ങൾ. ഐസക്കിന്റെ ആരോഗ്യ കേരളം. ആരോഗ്യ മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻതൂക്കം നൽകി തോമസ് ഐസക്കിന്റെ ആശ്വാസ ബഡ്ജറ്റ്. സർക്കാർ താലൂക്ക് ആശുപത്രികൾക്ക് കിഫ്ബിയിൽ നിന്ന് 2000 കോടി, കാരുണ്യ പദ്ധതി വഴി 350 കോടിയുടെ ചികിത്സാ സഹായം നിർദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ ആകെ ചികിത്സാ സഹായ വിഹിതം 1000 കോടി. മന്ദരോഗികൾക്കായി 1 കോടി രൂപ നീക്കിവെക്കുന്ന ആരോഗ്യക്ഷേമ ബഡ്ജറ്റിൽ 170 ആശുപത്രികളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുമെന്ന് പ്രഖ്യാപനം. ക്യാൻസർ, പക്ഷാഘാതം, കരൾ രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സയ്ക്ക് കരട് തയ്യാറായതായി ധനമന്ത്രി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാനും നിർദ്ദേശം. ഹരിത കേരളം പദ്ധതിക്കായി ബഡ്ജറ്റിൽ അധിക തുക. ശുചിത്വ മിഷന് 127 കോടി നീക്കിവെച്ച തോമസ് ഐസക് ആധുനിക അറവുശാലകൾ സ്ഥാപിക്കാൻ നീക്കിവെക്കുന്നത് 120 കോടി. അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് 10 കോടി മരങ്ങൾ നടുന്ന പദ്ധതിക്ക് പുറമെ വരൾച്ചയെ നേരിടാനും ക്രിയാത്മക പരിപാടി. ജനക്ഷേമം ജനകീയം. സാമൂഹിക സുരക്ഷയ്ക്കും പശ്ചാത്തല വികസനത്തിനും പൊതുജനാരോഗ്യത്തിനും ഊന്നൽ നൽകി ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ക്ഷേമ ബഡ്ജറ്റ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതിയായി കിഫ്ബിയെ മാറ്റുമെന്ന പ്രഖ്യാപനത്തിനൊപ്പം അതുവഴി ആകെ 25,000 കോടിയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് തോമസ് ഐസക്. സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ സമഗ്ര പദ്ധതികളും. കഴിഞ്ഞ ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷനുകൾ 1000 രൂപയാക്കി ഉയർത്തിയ തോമസ് ഐസക് ഇക്കുറി വർദ്ധിപ്പിച്ചത് 100 രൂപ കൂടി. ഭവനരഹിതർക്ക് സംസ്ഥാനത്ത് വരുന്ന സാമ്പത്തിക വർഷം 1 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകും. 5 വർഷത്തേക്ക് 16,000 കോടിയുടെ ഭവന പദ്ധതി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 9,748 കോടി രൂപ നീക്കിവെക്കുന്ന ബഡ്ജറ്റിൽ അന്ധതയും ബുദ്ധിവൈകല്യവും ബാധിച്ചവർക്കായി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ജൻറം പദ്ധതിക്ക് 150 കോടി. നെല്ലു സംഭരണത്തിനായി 700 കോടിയുടെ നീക്കിവയ്പ്. വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള പദ്ധതികളുടെ ഭാഗമായി 900 കോടിയുടെ റേഷൻ സബ്സിഡി. വിവിധ ശിശുക്ഷേമ പദ്ധതികൾക്കായി 1621 കോടിയും അംഗൻവാടികൾക്ക് 248 കോടിയും. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി ജില്ലകളിൽ ഓട്ടിസം പാർക്ക് തുടങ്ങുമെന്നും ധനമന്ത്രി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,765 രൂപ, പവൻ 22,120 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.